കാപ്പ കേസ് പ്രതി ആർ സുഗതന് അവധി അനുവദിച്ച് തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ 2 സ്വതന്ത്രർ ഉൾപ്പെടെ 51 പേർ പിന്തുണച്ചു. പ്രതിഷേധവുമായി LDF-ഉം UDF-ഉം. വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അവധി നൽകിയത് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ പ്രകാരമെന്ന് മേയർ. PM ശ്രീയിൽ UDF-ൽ ഭിന്നത. കൺവീനറെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. UDF-ൽ ചർച്ച നടന്നിട്ടില്ല. അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. കൺവീനർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല. തർക്കമുണ്ടായിട്ടില്ല എന്ന് അടൂർ പ്രകാശ്. മുത്തങ്ങയിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദനടക്കം 56 പ്രതികളെയും വെറുതെ വിട്ടു. 2ാം പ്രതി മാത്രം കുറ്റക്കാരൻ. കേസിന്റെ നടത്തിപ്പിൽ തൃപ്തരല്ലെന്ന് വിനോദിന്റെ കുടുംബം. മരിച്ച ജോഗിക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ലെന്ന് CK ജാനു. ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട ആഭ്യന്തരമന്ത്രി. പ്രീ റോൾ കോൺ വിൽപ്പനയിൽ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പിന്മാറണമെന്ന് രമേശ് ചെന്നിത്തല. ലഹരി വ്യാപാരത്തിൽ ഡെലിവറി ബോയ്കളെ മറയാക്കരുതെന്നും മന്ത്രി. ന്യൂസ് 18 ഇംപാക്ട്. വടകരയിൽ അധ്യാപകരടക്കം പ്രതികളായ ലഹരി കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. പിന്നിൽ സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ബാബു. ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് കോടികൾ. പത്താം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. അമിത്ഷാ പ്രതികരിക്കണമെന്ന ആവശ്യം കടുപ്പിച്ച് പ്രതിപക്ഷം. ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളം പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ്. പൂർണ്ണമായും നിരായുധീകരണത്തിന് സമ്മതിച്ചു. പ്രതികരിക്കാതെ ഇസ്രായേൽ. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പലസ്തീനെ കൊണ്ടുവരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. കാവേരിയിൽ തിളച്ചുമറിഞ്ഞ് കർണാടകയും തമിഴ്നാടും. ഓഗസ്റ്റ് 13-ന് കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡിക സംഘടനകൾ. വിജയിയെ തടയുമെന്ന് പ്രതിഷേധക്കാർ. 3-ാം തീയതിയിലെ മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച മാറ്റി. ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് കർണാടക.